ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ 2025 വേണ്ടിയിട്ടുള്ള ഒരു ജേണൽ സെറ്റ് ചെയ്യുന്നതാണ്. ഞാൻ ഈ ഒരു പ്ലാനർ സെറ്റ് ചെയ്യുന്നത് ഡിസംബർ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ റീസൺ ഞാൻ ഫസ്റ്റ് ഒരു ഡയറി വാങ്ങിച്ചിട്ട് അതിൽ സെറ്റ് ചെയ്യാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2-3 ഷോപ്പിൽ ചോദിച്ചപ്പോഴൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള ഡയറി ഉണ്ടായിരുന്നില്ല, അതായത് ലൈൻസ് ഉള്ള പേജായിരുന്നു. എനിക്കൊന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് പ്ലെയിൻ ആയിട്ടുള്ള പേജിൽ ചെയ്യുമ്പോഴാണ്. പിന്നെ ഞാൻ ആമസോണിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർഡർ ചെയ്ത് കിട്ടുമ്പോഴൊക്കെ എന്തായാലും ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടാവും എൻ്റെ കയ്യിൽ കിട്ടുക. അങ്ങനെ ലാസ്റ്റ് A4 ഷീറ്റ് വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ A4-നേക്കാൾ ഒന്നുകൂടെ സൈസ് കൂടുതലുള്ള ഒരു ഷീറ്റാണ് വാങ്ങിയിട്ടുള്ളത്. A4-ൻ്റെ ആ ഒരു കട്ടിയൊക്കെയാണ് ഉള്ളത്. എന്നിട്ട് ഓരോ ഷീറ്റും സെൻറ്ററിൽ വെച്ചിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 30 ഷീറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഈ ഒരു ഇയറിലെ എല്ലാ കാര്യങ്ങളും ആ ഒരു ജേർണലിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം പേജ് വേണം. സാധാരണ ഞാൻ ഏതെങ്കിലും നോട്ട്സിലോ ഡയറിയിലൊക്കെയാണ് ജേർണൽ സെറ്റ് ചെയ്യൽ. അതിനായിട്ടൊരു ബുക്കോ ഡയറിയോ ഒന്നും ഇതുവരെ യൂസ് ആക്കിയിട്ടില്ല. അതേപോലെ എല്ലാ മന്ത്സിലൊന്നും ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല, ചില മന്ത്സിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാ ഷീറ്റും ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് കറക്റ്റായിട്ട് എല്ലാ പേജും ഒപ്പം വരുന്ന രീതിക്ക് അത് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തില്ലാത്ത മറ്റേ ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഭാഗം, അവിടെ നന്നായിട്ട് തന്നെ ഫെവിഗോൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് ഏതെങ്കിലും പേജൊന്നും ഇളകി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിപ്പ് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു സ്ലൈഡാണ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നല്ലോണം ഫെവിഗോൾ അപ്ലൈ ചെയ്യണം കേട്ടോ, കുറച്ചൊന്നുമല്ല, കാരണം ഏതെങ്കിലും ഒരു പേജ് ഇളകി പോരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ സൈഡത്തെ സൈസിനനുസരിച്ചൊരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അതിലും ഫെവിഗോൾ അപ്ലൈ ചെയ്തിട്ട് അതും ഒന്ന് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് അവിടെ. ഇനി നല്ലോണം ഡ്രൈ ആവണം, എല്ലാ പേജും അതിൽ നല്ലോണം സ്റ്റിക്ക് ആവണം. അപ്പോൾ അത് നന്നായി സ്റ്റിക്കാൻ വേണ്ടിയിട്ട് അതിന് മുകളിൽ കുറച്ച് കട്ടിയുള്ള ബുക്സോ ഡയറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്താൽ മതി. ഇതൊരു 1-2 ഡേയ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. ഞാനിപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് തന്നെ 2 hours മാത്രമാണ് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ പേജൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിൻ്റെ കവർ പേജ് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് ഡ്രൈ ആവാൻ വെച്ചിട്ടുള്ള ആ ഒരു ടൈമിൽ ഞാൻ എന്തായാലും ഇത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലൊരു റാപ്പിംഗ് ഷീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതെടുക്കാം. നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഷീറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ക്ലോത്തും ഒക്കെ യൂസ് ചെയ്യാം ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കാർഡ്ബോർഡ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഒരു വലിയ ഷീറ്റിന് 20 അങ്ങനെ എന്തോ ആണ്. അപ്പോൾ വീട്ടിലുള്ള കാർഡ്ബോർഡ് പീസൊക്കെ എടുക്കുമ്പോൾ നല്ല കട്ടി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പഴയ ബുക്കിൻ്റെ ചട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട സൈസിലാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ 2 ഭാഗത്തും എത്ര സൈസ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സെൻറ്ററിലുള്ള പേജിൻ്റെ കട്ടിക്ക് അനുസരിച്ചിട്ടാണ് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ റാപ്പ് ഷീറ്റിൻ്റെ ഉൾഭാഗത്തായിട്ട് അത് 3 സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൻറ്ററത്തെ പീസ് വെച്ച് കൊടുത്തതിന് ശേഷം അതിന് 2 സൈഡിലും ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടുത്ത പീസ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ കറക്റ്റ് എന്തായാലും മനസ്സിലാവുണ്ടാവും. പിന്നെ കവർ ചെയ്യാൻ ക്ലോത്ത് എടുത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ ഫെവിഗോൾ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ഇത് തട്ടിക്കൂട്ട് ജേണലാണ്, കാരണം ലാസ്റ്റ് ടൈമിൽ ഞാൻ എൻ്റെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ 4 സൈഡിലും ഞാൻ ഇത്ര ലെങ്ത്ത് വേണ്ടാത്തതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 4 ഭാഗം ഒന്ന് ഉള്ളിലേക്കായിട്ട് സ്റ്റിക്ക് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഫെവിഗോൾ വീണ്ടും അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പ്ലാനറിൻ്റെ പുറം ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് നേരത്തെ സ്റ്റിക്കാൻ വെച്ചിട്ടുള്ള പേജസ് ഉണ്ടല്ലോ, അത് ഒന്ന് സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ അതിതാ ഇവിടെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, പേജൊന്നും ഇളകി പോരുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും അങ്ങനെ അതിൽ വെച്ച് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായി സ്റ്റിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉൾഭാഗത്തുള്ള ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ, അത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്കിൻ്റെ ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും അതിൻ്റെ ഉള്ളിലായിട്ട് ഞാനൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഒരു ബുക്ക് സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബുക്കിൻ്റെ ഫ്രണ്ടിൽ ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ട് ജേണൽ 2025 എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു പെയിൻറ്റ് വെച്ചിട്ട് ഞാനത് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പെയിൻറ്റൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചെയ്തതിന് ശേഷം എനിക്ക് വേണ്ടിയിരുന്നില്ല തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജേണൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലായി ചെയ്തതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് പേജിൽ വെൽക്കം 2025 എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു എൻവലപ്പ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാനുള്ള ഡേറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ലെറ്റർ നമ്മൾ എഴുതി വെക്കണം. എന്നിട്ട് 2025 ലാസ്റ്റ് ഡേ ആണ് നമ്മൾ ആ ഒരു ലെറ്റർ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാനർ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നോ എന്നുള്ള രീതിയിലുള്ള ഒരു ലെറ്ററാണ് അത്. നമുക്ക് തന്നെ എഴുതുന്ന ഒരു ലെറ്ററാണത്. പിന്നെ ഒരു ബുക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ എബൌട്ട് മീ എന്നുള്ളൊരു പേജും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ എന്നെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് 2024 മെമ്മറീസ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള പേജാണ്. അപ്പോൾ ഇതിൽ ഇൻവിറ്റേഷൻ കാർഡിൽ നിന്ന് ഓരോ ലെറ്റർ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ S ലെറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതാണ് മെമ്മറി എന്നായിട്ടുള്ളത്. നെക്സ്റ്റ് 2025 വിഷൻ ബോർഡാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇയറിൽ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളതോ നേടാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ അവിടെ പ്രിൻറ്റ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഡെയിലി പിക്ചേഴ്സൊക്കെ നമ്മൾ കാണാമെന്നുണ്ടെങ്കിൽ അതെന്തായാലും നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കും, കൂടാതെ അതെന്തായാലും നേടിയെടുക്കും.
നെക്സ്റ്റ് ഗോൾസാണ്. നമുക്ക് ഒരു ഇയറിൽ എന്തെല്ലാം ഗോൾസ് നേടണം എന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ആ ഒരു ഗോൾസിലും ഓരോ കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. പേഴ്സണൽ, അക്കാദമിക്, അതായത് യൂട്യൂബ് ചാനൽ, മൈ വർക്ക്, അങ്ങനെ കൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കാര്യത്തിലും ഒരുപാട് ഗോൾസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അവിടെ നോട്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ബ്രെയിൻ ഡബ്ബാണ്. അതും ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, അതേപോലെ തന്നെ നമുക്ക് വർക്കിൽ അങ്ങനെ എന്തെങ്കിലും പുതിയ ഐഡിയകളൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ എന്തെങ്കിലും വീഡിയോ ചെയ്യാമെന്നുള്ള ഐഡിയ ഒക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ അതിൽ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് സോഷ്യൽ മീഡിയ ഗ്രോത്ത് ആണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഓരോ സോഷ്യൽ സബ്സ്ക്രൈബേഴ്സ് ആയാലും ഫോളോവേഴ്സ് ആയാലും കൂടുന്നതനുസരിച്ച് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പെട്ടെന്ന് നമുക്കത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ പെൻസിൽ കളറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ആയിരിക്കും. നെക്സ്റ്റ് ഇൻകം എക്സ്പെൻസ് ട്രാക്കറാണ്. ഓരോ മന്തിലും എത്ര ക്യാഷ് ചിലവാകുന്നുണ്ട്, അതേപോലെ എത്ര സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ഇയറിൽ ടോട്ടലായിട്ട് നമുക്ക് എത്ര സേവ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ ലാസ്റ്റ് നമുക്കറിയാം. നെക്സ്റ്റ് മൈ ഇയർ ഇൻ പോൾറോയിഡ്സ് ആണ്. ഓരോ മന്തിലും നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പിക്ക് ഉണ്ടാവുമല്ലോ, അതവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് എല്ലാ മന്തും അതിൻ്റെ താഴായിട്ട് ഡേറ്റും എഴുതി കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഓർഡറോ അല്ലാന്നുണ്ടെങ്കിൽ ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ മന്തിലും എന്താണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് എഴുതി കൊടുത്താൽ മതി. നെക്സ്റ്റ് സിമ്പിളായിട്ട് ജനുവരി കവർ പേജ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജനുവരിന്ന് എഴുതി കൊടുത്തിട്ട് അതിന് താഴെയായിട്ട് ആ ഒരു കലണ്ടറും ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ ഗോൾസ് പേജ് ചെയ്തത് ആ ഒരു ഇയറിലെ മൊത്തത്തിലായിട്ടുള്ള ഗോൾസാണ്. പിന്നെ ഈ ഒരു മന്ത് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു മന്തിൽ നമുക്ക് എന്തെല്ലാം ഗോൾസ് നേടണമെന്നുണ്ടെങ്കിൽ അതൊന്ന് നമ്മൾ നോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പേജ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബ്രൗൺ പേപ്പറിൽ ഗോൾസ് എന്ന് എഴുതിയിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് താഴെ ഒരു ബോക്സ് ആയിട്ട് അതിൽ ഓരോ ഗോൾസും എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോന്നും നടക്കാന്നുണ്ടെങ്കിൽ അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ടു ഡു ലിസ്റ്റാണ്. അപ്പോൾ ഈ ഒരു മന്തിൽ ഓരോ ഡേയും ഞാൻ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഡേയും ചെയ്യാനുള്ള കാര്യങ്ങൾ ടു ഡു ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിൽ ടിക്ക് ചെയ്ത് പോവാം. അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഇയറിലെ പ്ലാനർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ ഒരു പ്ലാനറിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ലൈഫിൽ ഓരോ കാര്യങ്ങളും നമുക്ക് നേടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു പ്ലാനർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതൊരു മെമ്മറീസും കൂടിയാണ്. അപ്പോൾ പിന്നീട് നമ്മൾ ഇതെടുത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഹാപ്പി ആവും. പിന്നെ ഇതിൽ മൂഡ് ട്രാക്കറൊക്കെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. ഓരോ ഡേയും എങ്ങനെയാണോ, ഹാപ്പി ആണോ അതേപോലെ സാഡ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഇതിൽ ഫെബ്രുവരിയിൽ 2-3 പേജൊക്കെ എനിക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഇത് പെട്ടെന്ന് സെറ്റ് ചെയ്തപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതേപോലെ എല്ലാ മന്ത്സും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.